സ്ത്രീയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസിനി വിശ്വാസികളുടെ സമൂഹമേ, നിങ്ങൾക്ക് ഏവർക്കും പ്രഭാത വചനത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ ചിന്താവിഷയം സ്വർഗത്തിൻ്റെ കവാടം. ഒരു നടന്ന സംഭവം പറയാം. ഒരിക്കൽ അമേരിക്കൻ പ്രസിഡന്റ് റൊണാൾഡ് വിൽസൺ റീഗൻ തൻ്റെ രാജ്യത്തുള്ള ക്രിസ്തീയ സഭകളുടെ നേതാക്കന്മാരെ വിളിച്ചുകൂട്ടി. അമേരിക്കയെ ഭരിച്ച മഹാനായ ഒരു പ്രസിഡന്റായിരുന്നു റൊണാൾഡ് റീഗൻ. അദ്ദേഹം 1981 മുതൽ 1988 വരെ 2 ടേം അമേരിക്കയെ ഭരിച്ചു. അമേരിക്കയുടെ 40ാമത്തെ പ്രസിഡന്റായിട്ടാണ് അദ്ദേഹം സ്ഥാനമേറ്റത്. ക്രിസ്തീയ സഭകളുടെ നേതാക്കളുമായി പല വിഷയങ്ങളിലും സംസാരിച്ച് അവസാനം അദ്ദേഹം ചോദിച്ചു, എന്നോട് എന്തെങ്കിലും ചോദിക്കുവാനുണ്ടോ എന്ന്. ഒരു സീനിയർ ബിഷപ്പ് എഴുന്നേറ്റ് നിന്ന് അദ്ദേഹത്തോട് ചോദിച്ചത്, നിങ്ങൾ ഈ ലോകവാസം കഴിഞ്ഞ് സ്വർഗ കവാടത്തിൽ ചെല്ലുമ്പോൾ ദൈവം നിങ്ങളോട് ചോദിക്കുകയാണ്, എന്ത് കാരണത്താൽ ഞാൻ നിന്നെ ഈ സ്വർഗ കവാടത്തിലൂടെ അകത്തേക്ക് കയറ്റണം എന്നതിന് ഉത്തരം തരാൻ ചോദിച്ചാൽ താങ്കൾ എന്ത് മറുപടി ആയിരിക്കും ദൈവത്തിന് കൊടുക്കുക എന്ന് ചോദിച്ചു. അദ്ദേഹത്തിൻ്റെ മറുപടിക്ക് മുമ്പ് നമുക്ക് ഒരു വേദഭാഗം നോക്കാം. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ രക്ഷാ സുവിശേഷം 3-ാം അധ്യായം 16 മുതലുള്ള ഭാഗങ്ങൾ നമുക്കൊന്ന് നോക്കാം. തൻ്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവൻ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനുള്ള, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധി ഇല്ല. വിശ്വസിക്കാത്തവന് ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ്റെ നാമത്തിൽ വിശ്വസിക്കായികയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു. ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളത് ആകിയാൽ അവർ വെളിച്ചത്തേക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് തന്നെ. തിന്മ പ്രവർത്തിക്കുന്നവനെല്ലാം വെളിച്ചത്തെ പകയ്ക്കുന്നു, തൻ്റെ പ്രവൃത്തിക്ക് ആക്ഷേപം വരാതിരിപ്പാൻ വെളിച്ചത്തിലേക്ക് വരുന്നതുമില്ല. സത്യം പ്രവർത്തിക്കുന്നവനോ തൻ്റെ പ്രവൃത്തി ദൈവത്തിന് ചെയ്തിരിക്കാൽ അത് വെളിപ്പെടേണ്ടതിന് വെളിച്ചത്തിലേക്ക് വരുന്നു എന്നാണ് ഈ വേദഭാഗം എടുത്തു പറയുന്നത്. നാം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, തൻ്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവന് നൽകുവാൻ തക്കവണ്ണം ഈ ലോകത്തെ സ്നേഹിച്ചു എന്നതാണ്. ഈ ലോകത്തെ എന്തുമാത്രം ദൈവം സ്നേഹിച്ചു, അതുകൊണ്ടല്ലേ തൻ്റെ ഏകജാതനായ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത്. തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് ദൈവം അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. അതിനാലാണ് തൻ്റെ പുത്രൻ ഈ ലോകത്തിലേക്ക് കടന്നു വരികയും ബേത്ലഹേമിലെ പുൽക്കൂട്ടിൽ ജനിക്കുകയും നമ്മളുടെ പാപങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് ക്രൂശുമരണം സ്വീകരിക്കുകയും 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും 40-ാം ദിവസം സ്വർഗ്ഗാരോഹണം ചെയ്യുകയും ജീവിച്ചിരിക്കുന്നവനും നമ്മുടെ അവസാന ദിവസങ്ങളിൽ നമ്മുടെ പ്രവൃത്തി അനുസരിച്ച് നമുക്ക് പ്രതിഫലം തരുന്നതിനുമായ ആ ദൈവത്തെ നാം കൃത്യമായി മനസ്സിലാക്കുന്നുവെങ്കിൽ നമുക്ക് ലഭിക്കാമായിരിക്കുന്ന ആ 3ാമത്തെ കിരീടം നമുക്ക് ലഭിക്കും. അതിന് നാം ചെയ്യേണ്ട ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല. വിശ്വസിക്കാത്തവന് ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ്റെ നാമത്തിൽ വിശ്വസിക്കായികയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു എന്നാണ് ഈ വേദഭാഗം നമ്മോട് പറയുന്നത്. റൊണാൾഡ് വിൽസൺ റീഗൻ ഒരു ഉറച്ച വിശ്വാസി ആയിരുന്നോ എന്ന് കൃത്യമായി നമുക്കറിയില്ല. അദ്ദേഹം എങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ ആ വിശ്വാസത്തെക്കുറിച്ചൊന്നും എഴുതി കാണുന്നില്ല. എന്നാൽ അദ്ദേഹം ഒരു നല്ല ഭരണാധികാരിയായിരുന്നു, ലോകപ്രസിദ്ധനായ ഒരു പ്രസിഡൻ്റായിരുന്നു, ഈ ലോകത്തെ അടച്ച് ഭരിക്കത്തക്ക വണ്ണം ഉള്ള കഴിവുള്ള ഒരു വ്യക്തിയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അദ്ദേഹത്തിൻ്റെ ആ മറുപടി അവിടെ എടുത്തു പറയുന്നില്ല. കാരണം ഈ സീനിയർ ബിഷപ്പ് ചോദിച്ചതിന് ശേഷം അദ്ദേഹത്തിന് മറുപടി പറയാൻ പറ്റിയില്ല എന്നാണ്
പിറ്റേ ദിവസം വന്ന പേപ്പറിൽ നമുക്ക് വായിക്കുവാൻ സാധിച്ചത്. അദ്ദേഹത്തിന് മറുപടി മുട്ടിപ്പോയി. എന്നാൽ റൊണാൾഡ് റീഗന് മറുപടി പറയാൻ പറ്റിയില്ല. കാരണം അദ്ദേഹം കള്ളം പറയാതെ ആ സ്ഥാനത്ത് യാഥാർത്ഥ്യം കൃത്യമായിട്ട് അറിയാമായിരുന്ന മനുഷ്യൻ സൈലൻ്റ് ആവുകയാണ് ചെയ്തത്. എന്നാൽ നമുക്കോ എന്ത് മറുപടി പറയുവാൻ സാധിക്കും? അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല, വിശ്വസിക്കാത്തവന് ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ്റെ നാമത്തിൽ വിശ്വസിക്കായികയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞു. നമ്മളപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ മാത്രമേ നമുക്ക് ന്യായവിധി ഇല്ലാതിരിക്കുവാൻ സാധിക്കുകയുള്ളൂ. അതിനായി നാം പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് മാത്രം ഈ അവസരത്തിൽ ഒന്ന് ചോദിക്കുന്നത് നല്ലതായിരിക്കും. ആയതിനാൽ സ്വർഗ കവാടത്തിലൂടെ നമുക്ക് അകത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ പുനരുത്ഥാനത്തിന് ശേഷം നമ്മുടെ ന്യായവിധിയിൽ നമ്മൾ അകപ്പെടാതിരിക്കുവാൻ നാം ശ്രദ്ധിക്കുകയാണ് വേണ്ടത് എന്ന് മാത്രം ഈ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ ഇവിടെ സമാഹരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.